കേരളത്തിലെ ഒരു മഹാനടൻ. കോമഡി രംഗത്ത് 30 വർഷക്കാലമായി തൻ്റേതായ മുഖമുദ്ര പതിപ്പിച്ച സലീം കുമാർ ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. കലാരംഗത്തെ നിരവധി പ്രതിഭകളും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുമാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ പറവൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയത്. മലയാള സിനിമാ രംഗത്ത് തൻ്റേതായ നിരവധി വ്യത്യസ്തങ്ങളായ ക്യാരക്ടറുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് സലീം കുമാർ. കോമഡി കലാരംഗത്താണ് തുടക്കമെങ്കിലും പിന്നീട് സിനിമയിലേക്ക് എത്തുകയായിരുന്നു. ദിലീപും നാദിർഷായും ടിനി ടോമിയും ഒക്കെ അടങ്ങുന്ന ഒരു കോമഡി പരിപാടികളിലൂടെയാണ് സലീം കുമാർ ആദ്യമായി കോമഡി രംഗത്തേക്ക് എത്തുകയും പിന്നീട് നാദിർഷയുടെ പ്രത്യേക സപ്പോർട്ട് കൂടിയാണ് സിനിമാ രംഗത്തേക്ക് എത്തിക്കുക. സിനിമാ രംഗത്ത് 30 വർഷക്കാലം വിവിധ ക്യാരക്ടറുകൾ ചെയ്തുകൊണ്ട് തൻ്റേതായ ഒരു ഇടം നേടിയെടുത്ത ഒരു മഹത് വ്യക്തിയാണ് സലീം കുമാർ. രാഷ്ട്രീയ രംഗത്തും തൻ്റേതായ ഒരു വ്യക്തിത്വം നിലനിർത്തി പോന്ന അദ്ദേഹം പറവൂർ MLA മുഖ്യമന്ത്രി കൂടിയായ VD സതീശൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണ വേളയിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ. അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടും മുഖ്യമന്ത്രിക്ക് വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തു കൂടിയാണ് സലീം കുമാർ. കേരളത്തിലെ മലയാള സിനിമയ്ക്കും പറവൂരിനും ഒരു തീരാ നഷ്ടമാണ്, നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമാണ് ശ്രീ സലീം കുമാർ. പൊതുജനങ്ങളുടെ ഇടയിലും നാട്ടുകാർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ നാട്ടിലെ ജനങ്ങൾ തിരക്ക് ആയിരുന്നു. നിരവധി തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരാണ് സലീം കുമാറേട്ടനെ അന്ത്യോപചാരം അർപ്പിക്കാൻ പറവൂരിലെത്തിയത്. യുവജനനിരയിലെ ആർട്ടിസ്റ്റുകൾ പോലും അദ്ദേഹത്തിന് ഒരു ഗുരുസ്ഥാനീയനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ എല്ലാ തരത്തിലുള്ള കോമഡി രംഗത്തു നിന്നും സിനിമാ രംഗത്തു മുതൽ നിരവധി വ്യക്തിത്വങ്ങളാണ് പറവൂരിലേക്ക് എത്തിയത്. ഇനി കലയുടെ രംഗത്ത് സലീം കുമാറേട്ടൻ ഒരു ഓർമ്മയാണ്. എന്നും അദ്ദേഹത്തിന് ഒരു സ്വന്തമായ ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്തുകൊണ്ട് അഭിനയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു സലീം കുമാറേട്ടൻ. നാദിർഷയും ദിലീപേട്ടനും മരണവിവരം അറിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാരം അർപ്പിക്കുന്ന സമയം വരെ കൂടെ ഉണ്ടായിരുന്നു. ടിനി ടോമി ചേട്ടൻ ഒരു ഗുരുസ്ഥാനീയനും സഹോദരതുല്യനുമായ ഒരാളായിരുന്നു സലീം കുമാറേട്ടൻ. അതുകൊണ്ട് തന്നെ സലീമേട്ടൻ വിട വാങ്ങലിനെ വളരെ ദുഃഖിതനായിരുന്നു ടിനി ടോം. അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു സങ്കടമാണ് സലീമേട്ടൻ. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇനിയും ഒത്തിരി കാലം സലീമേട്ടൻ ജീവിച്ചിരിക്കും. നമുക്കേറെ പ്രിയപ്പെട്ട നിരവധി ക്യാരക്ടറുകളാണ് സിനിമാ രംഗത്ത് അദ്ദേഹം ചേർത്ത് വച്ചിരിക്കുന്നത്. എല്ലാ മലയാളികളുടെ മനസ്സിൽ എന്നും സലീമേട്ടൻ നിലനിൽക്കും. അത്തരത്തിലുള്ള നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ഈ 30 വർഷക്കാലം സിനിമാ രംഗത്തും കോമഡി രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിലെല്ലാം നിരവധി സുഹൃത്ത് ബന്ധങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ചന്തു ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അച്ഛനെ പോലെ തന്നെ നല്ലൊരു
വ്യക്തിത്വം കൂടിയാണ് ചന്തു. ചന്തുവിനും സിനിമാ രംഗത്ത് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു. ഏത് സാഹചര്യത്തിലും മനസ്സ് തകരാതെ തൻ്റെ മരണത്തിൽ നിന്ന് കൂട്ടിക്കണ്ട് താൻ മരിച്ചാൽ മതപരമായ ഒരു ആചാരങ്ങളും വേണ്ട എന്ന് തീരുമാനിച്ച് തന്നെ ദഹിപ്പിക്കാനുള്ള സ്ഥലം വരെ നിശ്ചയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സലീം കുമാരേട്ടൻ. സുഹൃത്തുക്കളും സഹ നടന്മാരും ഉൾപ്പെടെ സലീമേട്ടൻ്റെ കുടുംബത്തിന് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നും ജനങ്ങളുടെ മനസ്സിൽ അങ്ങ് ജീവിച്ചിരിക്കും. നല്ലൊരു കലാകാരനായിട്ട് അങ്ങ് സൃഷ്ടിച്ച എല്ലാ കഥാപാത്രങ്ങളും എല്ലാ മലയാളികളുടെയും മനസ്സിൽ എന്നും നിലനിൽക്കും. ആയിരക്കണക്കിന് ജനങ്ങളാണ് സലീം കുമാരേട്ടൻ്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് അന്ത്യോപചാര ചടങ്ങുകൾ നടത്തിയത്. CM VD സതീശൻ്റെ മുഖ്യ നേതൃത്വത്തിലായിരുന്നു അന്ത്യോപചാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടത്തിയത്. ചന്തുവിൻ്റെ മക്കളുടെയും ജീവിതത്തിൽ ഇനി സലീം കുമാരേട്ടൻ ഇല്ല. ലാഫിംഗ് വില്ലയിലും സലീം കുമാരേട്ടൻ ഇനി ഉണ്ടാകില്ല.